നരേന്ദ്ര ദാബോൽക്കറെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യ സൂത്രധാരന്മാരെ കണ്ടെത്തുന്നതിൽ അന്വേഷണ ഏജൻസികൾ പരാജയപ്പെട്ടുവെന്ന് കോടതി. അതേസമയം കുറ്റകൃത്യത്തിന്റെ പ്രധാന സൂത്രധാരനെന്ന് ആരോപിക്കപ്പെടുന്ന ഡോക്ടർ വീരേന്ദ്ര സിംഗ് തവാഡയെ വെറുതെ വിട്ടത് വലിയ തിരിച്ചടിയായി. ഒരു വർഷത്തിനു ശേഷമാണ് വിധി വന്നതെന്നും നീതി ലഭിച്ചില്ലെന്നും ദാബോൽക്കറുടെ മക്കളായ ഹമീദും മുക്തയും പ്രതികരിച്ചു. യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ഡോക്ടർ നരേന്ദ്ര ദാബോൽക്കറുടെ കൊലപാതകത്തിന്റെ സൂത്രധാരന്മാരെ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞില്ലെന്ന് വിചാരണ കോടതി. ഇത് കേവലമായ പരാജയമാണോ, അധികാരത്തിലുള്ളവരുടെ സ്വാധീനം മൂലമുള്ള മനഃപൂർവ്വമായ നിഷ്ക്രിയത്വമാണോ എന്ന് അന്വേഷണ ഏജൻസികൾ ആത്മപരിശോധന നടത്തണമെന്നും വിചാരണ കോടതി വിധിയിൽ പരാമർശിച്ചു. ശിക്ഷിക്കപ്പെട്ട 2 പ്രതികളും സൂത്രധാരന്മാരല്ലെന്ന് പൂനെ പ്രത്യേക കോടതി അഡീഷണൽ സെഷൻസ് ജഡ്ജി പി ജാദവ് വിധിയിൽ നിരീക്ഷിച്ചു. UPA കേസുകൾക്കായുള്ള പ്രത്യേക കോടതി 2013 നരേന്ദ്ര ദാബോൽക്കർ കൊലപാതക കേസിൽ സച്ചിൻ അന്ദുരെ, ശരത് കലാസ്കർ എന്നീ പ്രതികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. എന്നാൽ ഗൂഢാലോചനക്കാരായ ഡോക്ടർ വീരേന്ദ്ര സിംഗ് താവഡെ, സഞ്ജീവ് പുനലേക്കർ, വിക്രം ബാവെ എന്നിവരെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയും ചെയ്തു. കൊലപാതകത്തിന്റെ പ്രേരണ സംബന്ധിച്ച താവഡയ്ക്കും പുനലേക്കറിനും ബാവയ്ക്കുമെതിരെ ന്യായമായ സംശയമുയരുന്നുണ്ടെന്ന് ജഡ്ജി ജാദവ് തന്റെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. ദാബോൽക്കറുടെ മഹാരാഷ്ട്ര അന്തഃസിദ്ധ നിർമൂലന സമിതിയും സനാതൻ സംസ്ഥയും തമ്മിലുള്ള ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഒളിവിൽ കഴിയുന്ന പ്രതികളായ വിനയ് പവാർ, സാരംഗ് അക്കോൽക്കർ എന്നിവരുമായി താവഡെ ഗൂഢാലോചന നടത്തിയാണ് ദാബോൽക്കറെ കൊലപ്പെടുത്തിയെന്നായിരുന്നു CBI റിപ്പോർട്ട്. 2009 താവഡയും അക്കോൽക്കറും തമ്മിൽ നടത്തിയ ഇമെയിൽ സന്ദേശങ്ങളിൽ തോക്കുകൾ വാങ്ങുന്നതിനെക്കുറിച്ച് ഇരുവരും കോഡ് ഭാഷയിൽ ആശയവിനിമയം നടത്തിയതായും CBI കണ്ടെത്തിയിരുന്നു. എന്നാൽ പ്രേരണയും സംശയവും തെളിവാക്കി മാറ്റി അത് സ്ഥാപിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായാണ് ഉത്തരവിൽ പറയുന്നത്. 2020 ഓഗസ്റ്റ് 20 പൂനെ നഗരത്തിൽ വെച്ച് പ്രതികൾ ദാബോൽക്കറെ വെടിവെച്ചു കൊന്നുവെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടതായും കോടതി കണ്ടെത്തി. എന്നാൽ കുറ്റങ്ങൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. പ്രത്യയശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴികെ അന്ദുരിക്കും കലാസ്കറിനും ഡോക്ടർ ദാബോൽക്കറുമായി വ്യക്തിപരമായ ശത്രുതയോ മത്സരമോ ഉണ്ടായിരുന്നില്ല. 11 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി വന്നതെന്നും പൂർണ്ണമായ അർത്ഥത്തിൽ നീതി ലഭിച്ചില്ലെന്നും ദാബോൽക്കറുടെ മക്കളായ ഹമീദും മുക്തയും പ്രതികരിച്ചു. കൊലപാതകത്തിന് പിന്നിലെ സൂത്രധാരന്മാർ മറ്റാരോ ആണ്. പൂനെ പോലീസും CBIയും സൂത്രധാരന്മാരെ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.